എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് അഗാവെ എന്നറിയപ്പെടുന്ന സെഞ്ചുറി പ്ലാന്റിനെയാണ്. ഷെർബ് ഇനത്തിൽപ്പെട്ടതാണ്. ഇത് മലയാളത്തിൽ നമ്മൾ ആനക്കൈത എന്ന് വിളിക്കും. ഇത് നേറ്റീവ് അമേരിക്കയാണ്, പർട്ടിക്കുലർലി മെക്സിക്കോ ആണ്. എൻ്റെ ഫാമിലി ആസ്പെരാഗേഷ്യയാണ്. ഇതിന് ഒരു 200 പരം സ്പീഷീസ് ഉണ്ട്. അലവേരയോടും പൈനാപ്പിളിനോടൊക്കെ സാമ്യമുള്ള ചെടികളാണ്. പലതരത്തിലുള്ള ഇലകളും പലതരത്തിലുള്ള കളേഴ്സും ഒക്കെ ഇതിനുണ്ട്. ഡാർക്ക് ഇനങ്ങളുണ്ട്, അല്ലാത്ത ഇനങ്ങളുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പൂവാണ്. അനേക വർഷം എടുക്കും ഇതൊന്ന് മെച്ചറാകാൻ വേണ്ടി. അതിന് ശേഷം അതിൽ നിന്ന് വലിയൊരു തണ്ട് വരികയും അത് നിറയെ യെല്ലോ കളേഴ്സ് അല്ലെങ്കിൽ റെഡ് കളർ പൂക്കൾ ഉണ്ടാവുകയാണ് ചെയ്യാറ്. നമ്മുടെ നാട്ടിൽ യെല്ലോ കളർ പൂക്കളാണ് കാണാറ്. ഈ പൂക്കൾ ഉണ്ടായ ശേഷം അത് കായായിട്ട് മാറും. അത് നട്ട് കഴിഞ്ഞാൽ തൈകളുണ്ടാകും. അത് കഴിഞ്ഞാൽ അതിൻ്റെ മദർ പ്ലാന്റ് നശിച്ചു പോകും. ഇതിൻ്റെ ചെറിയ ചെടികളിൽ പോളിനേഷൻ നടത്തുന്നത് തേനീച്ച പോലുള്ള ചെറിയ ഇൻസെക്ട്സ് ആണ്. പിന്നെ വലിയ ചെടികളിൽ പോളിനേഷൻ നടത്തുന്നത് ബാഡ്സും അതുപോലെ ബേർഡ്സും ഒക്കെയാണ്. ഇങ്ങനെ പൂവിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഓരോ പൂവിൽ നിന്നും തൈ ഉണ്ടാവും. ആ തൈകൾ എടുത്തിട്ട് ഞാൻ നട്ടതാണിത്. ഇതിപ്പോൾ കുറേ നാളായി എന്നിട്ടും ഇത്രയും വലിപ്പം വെച്ചിട്ടുള്ളൂ. ഇത് വളരെ സ്ലോ ആയിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. സമയമെടുക്കും ഇത് വലുതായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പൂവിൽ നിന്നും പൂന്തേൻ ഉണ്ടാകാറുണ്ട്. ഇതിൽ നിന്നുണ്ടാക്കുന്ന പാനീയമാണ് ടെക്കില. ഇത് മെക്സിക്കോയിലെ ഒരു പ്രധാനപ്പെട്ട പാനീയമാണ്. ഇതിൻ്റെ ഇലകളിൽ നിന്നുണ്ടാക്കുന്ന നാരുകൾ വളരെ ശക്തിയേറിയാണ്. അത് വേഗം ഒന്നും പൊട്ടിപ്പോകില്ല. അതുകൊണ്ട് തന്നെ അത് ബ്രഷ്, അതുപോലെ റോപ്പ്, സാൻഡിൽസ്, അതുപോലെ സ്ലീപ്പിംഗ് മാറ്റ്സ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് വളരെയേറെ യൂസ് ചെയ്യുന്നത്. വളരെ ഭംഗിയേറിയതും ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്യുന്നതും കേരളത്തിൽ അധികം ഇല്ലാത്തതുമായ ഈ ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി.